നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡിന്റെ 33ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നമ്മൾ പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്റർ 12, 13കളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. അതിനു മുമ്പ് നമ്മൾ പറയാതെ വിട്ടുപോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ചാപ്റ്റർ 12 ലോക്കൽ ഫണ്ട് എന്നതിനെ പറ്റി ഒരു കണ്ടന്റ് ഉണ്ട്. ആ ലോക്കൽ ഫണ്ട് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല, വിട്ടുപോയതാണ്. ഇപ്പം നമ്മൾ അതുകൂടി പറയുന്നുണ്ട്. ലോക്കൽ ഫണ്ട് എന്ന് പറയുന്നത് സർക്കാർ വകുപ്പുകളുടെ ഭാഗമല്ലാത്തതും എന്നാൽ സർക്കാരിൻ്റെ നിയമങ്ങളോ ഉത്തരവുകളോ പ്രകാരം നിലവിൽ വന്നിട്ടുള്ളതും ഒരു പ്രാദേശിക ഭരണകൂടമോ അല്ലെ ലോക്കൽ അതോറിറ്റി കൈകാര്യം ചെയ്യുന്നതുമായ ഫണ്ടുകളെയാണ് ലോക്കൽ ഫണ്ട് എന്ന് വിളിക്കുന്നത്. അത് കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള പൊതു ഖജനാവിൻ്റെ ഭാഗമല്ല, അതായത് കൺസോളിഡേറ്റഡ് ഫണ്ടിൻ്റെ ഭാഗമല്ല ലോക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫണ്ടുകൾ ഇതിൽപ്പെട്ടതാണ്. പിന്നെ സർക്കാർ ഉത്തരവ് പ്രകാരം ലോക്കൽ ഫണ്ടായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഏത് ഫണ്ടും ഇതിൽ ഉൾപ്പെടും. ഈ ഫണ്ടുകളുടെ കാര്യത്തിൽ സുതാര്യത വേണ്ടിയിട്ടാണ് നമ്മൾ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടപ്പിലാക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മൾ സർക്കാരിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലാത്തതും എന്നാൽ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്നതുമായ പണത്തെയാണ് ലോക്കൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇത്രയുമാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് ലോക്കൽ ഫണ്ടിനെ കുറിച്ച് പറയാം. ഡിസ്ട്രിക്റ്റ് ഫണ്ടുകൾ, ലോക്കൽ ഫണ്ടുകൾക്ക് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. പ്രധാനപ്പെട്ട ചില ലോക്കൽ ഫണ്ടുകളാണ് പറയുന്നത്. ഡിസ്ട്രിക്ട് ഫണ്ടുകൾ, മുനിസിപ്പൽ ഫണ്ടുകൾ, KSRTC വർക്കിംഗ് ഫണ്ട്, വില്ലേജ് പഞ്ചായത്ത് ഫണ്ട്, KCB വർക്കിംഗ് ഫണ്ട്, മാർക്കറ്റ് കമ്മിറ്റി ഫണ്ട്, ലൈബ്രറി ഫണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലോക്കൽ ഫണ്ടുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ചോദ്യത്തിലേക്ക് തന്നെ കടക്കുന്ന ഈ ലോക്കൽ ഫണ്ട് എന്ന നിർവചനത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്നാണ്. അപ്പോൾ ഉൾപ്പെടാത്തതിന് ഓപ്ഷൻസ് പറയാം. മുനിസിപ്പൽ ഫണ്ട് ഉണ്ട്, പഞ്ചായത്ത് ഫണ്ട് ഉണ്ട്, KSCB വർക്കിംഗ് ഫണ്ട് ഉണ്ട്, പെൻഷൻ ഫണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ മുനിസിപ്പൽ ഫണ്ട്, പഞ്ചായത്ത് ഫണ്ടും KSCB വർക്കിംഗ് ഫണ്ടും നമുക്കറിയാം ലോക്കൽ ഫണ്ടുകളാണ്. എന്നാൽ പെൻഷൻ ഫണ്ട് ലോക്കൽ ഫണ്ട് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൻസർ ലോക്കൽ ഫണ്ട് അല്ലാത്തത് പെൻഷൻ ഫണ്ട് ആണെന്നാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു ലോക്കൽ ഫണ്ട്? മുനിസിപ്പൽ ഫണ്ട്, അടുത്ത ചോദ്യമാണ് പറയുന്നത്. മുനിസിപ്പൽ ഫണ്ട്, KSRTC വർക്കിംഗ് ഫണ്ട്, പഞ്ചായത്ത് ഫണ്ട്, ഇവയെല്ലാം. അതെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം എന്താണ്? ലോക്കൽ ഫണ്ടാണ്. മുനിസിപ്പൽ ഫണ്ടും KSRTC വർക്കിംഗ് ഫണ്ടും പഞ്ചായത്ത് ഫണ്ടും എല്ലാം ലോക്കൽ ഫണ്ടാണ്. അതുകൊണ്ട് ആൻസർ ഓൾ ഓഫ് ദി അബോവ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് എ ടെമ്പററി ബ്രിഡ്ജ് ഈസ് ഓർഡർഡ് ടു ബി മെറ്റ് ഫ്രം ക്യാപിറ്റൽ. ഈസ് ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് കറക്റ്റ്? അതായത് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനുള്ള ചെലവ് സാധാരണയായി ക്യാപിറ്റലായി കണക്കാക്കാനാവില്ല. കാരണം അത് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു ആസ്തിയല്ല. അപ്പോൾ അത് രണ്ട് ചോദ്യ ഉത്തരവായിട്ട് ഞാൻ അങ്ങ് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ കാരണമാണ് ചോദിച്ചത്. അതായത് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനുള്ള ചെലവ് സാധാരണയായിട്ട് എന്തായിട്ട് കണക്കാറില്ല? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ആവില്ല. ഇത് ശരിയാണോ എന്നാണ് ചോദിച്ചത്. ചോദ്യം അതാണ്. അപ്പോൾ ഉത്തരം അത് ശരിയാണ്. കാരണം ക്യാപിറ്റൽ നേച്ചർ അതിന് ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കണക്കാക്കാനില്ല. കാരണം അത് ടെമ്പററി പാലമാണ്, താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനാണ്. അപ്പോൾ താൽക്കാലികമായിട്ടുള്ള പരിപാടിക്കൊന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ പെടുത്താനാവില്ല. അപ്പോൾ അതിന്റെ കാരണം ഇതാണ്, അത് ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്ന ഒരു ആസ്തിയല്ല, അസറ്റ് അല്ല. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം.
സ്ഥിര സ്വഭാവമുള്ളതും ഭൗതികവുമായ ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിനായി നടത്തുന്ന ചെലവുകളെ പറയുന്ന പേരെന്താണ്? അതായത് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് വിത്ത് ദ ഒബ്ജക്റ്റ് ഓഫ് ഇൻക്രീസിംഗ് കോൺക്രീറ്റ് അസറ്റ്സ് ഓഫ് എ മെറ്റീരിയൽ ആൻഡ് പെർമനന്റ് ക്യാരക്ടറീസ്. അതാണ് സ്ഥിര സ്വഭാവം ഉള്ളതായിരിക്കണം, ഉള്ളതും ഭൗതികമായ അസറ്റ്സ് ആസ്തികൾ വർദ്ധിപ്പിക്കുന്നതിനായി നടത്തുന്ന ചെലവുകളെ പറയുന്ന പേര്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഒരു മുനിസിപ്പൽ സ്റ്റേഡിയം നിർമ്മിക്കുന്നതിനായി സർക്കാർ മുനിസിപ്പൽ കോർപ്പറേഷന് നൽകിയ 5 ലക്ഷം രൂപയുടെ സംഭാവന ക്യാപിറ്റൽ ഹെഡിന് കീഴിൽ വർഗീകരിച്ചിരിക്കുന്നു. അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നു. ഇത് ശരിയാണോ എന്നതാണ് ചോദ്യം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇത് പറയും, വിശദീകരണം ഇതാണ്: നിർമ്മിക്കപ്പെടുന്ന ആസ്തി സർക്കാരിൻ്റെ ഉടമസ്ഥതയിൽ അല്ലാത്തതിനാൽ ഇതിനെ നമ്മൾ ക്യാപിറ്റലായിട്ട് അംഗീകരിക്കാൻ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കീഴിൽപ്പെടുത്താൻ കഴിയില്ല. ഇത് സർക്കാരിൻ്റെ ആസ്തിയായിട്ട് വരുന്നില്ല. കാരണം ഇത് നമ്മൾ സർക്കാർ കൊടുത്തിരിക്കുന്നത് മുനിസിപ്പൽ കോർപ്പറേഷനാണ്. അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷന് കൊടുക്കുന്ന ഒരു സംഭാവന അത് സർക്കാരിൻ്റെ ആസ്തിയായിട്ടല്ല വരുന്നത്. അതുകൊണ്ടത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കീഴിൽ വരുത്താൻ കഴിയില്ല. അടുത്ത ചോദ്യം, ഒരു അണക്കെട്ട് നിർമ്മിക്കുന്ന സ്ഥലത്തുള്ള മരങ്ങൾ വിറ്റ് കിട്ടുന്ന തുക ആ അണക്കെട്ടിൻ്റെ നിർമ്മാണ ചെലവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നിന്നാണ് വഹിക്കുന്നതെങ്കിൽ, അതായത് മൂലധന ചെലവിൽ നിന്നാണ് വഹിക്കുന്നതെങ്കിൽ അത് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ഈ ആ പ്രദേശത്തുള്ള മരങ്ങളൊക്കെ വിറ്റു, ആ മുറിച്ച് വിറ്റുന്ന കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഈ മരങ്ങൾ വിറ്റിട്ട് കിട്ടുന്ന പൈസ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചത്. എൻ്റെ ആൻസർ ആസ് എ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അതായത് മൂലധന ചെലവിൽ നിന്നുള്ള കുറവ് എന്ന നിലയിലാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് വരുമാനം അവിടെ വന്നല്ലോ, അപ്പോൾ അത് മൂലധന ചെലവിൽ നിന്നുള്ള കുറവായിട്ട് അതിനെ കണക്കാക്കണോ? അടുത്ത ചോദ്യം, സർക്കാർ ഉടമസ്ഥയിലുള്ള മോട്ടോർ വാഹനങ്ങളുടെ ഓരോ യാത്രയുടെയും വിവരങ്ങൾ, ഇന്ധനം വാങ്ങിയത്, മൈലേജ് തുടങ്ങിയവ രേഖപ്പെടുത്താൻ സൂക്ഷിക്കേണ്ട രജിസ്റ്റർ ആണ്. ആ രജിസ്റ്ററിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചത്. സർക്കാർ ഉടമസ്ഥതയിലുള്ള മോട്ടോർ വാഹനങ്ങളുടെ ഓരോ യാത്രയുടെയും വിവരങ്ങൾ, ഇന്ധനം വാങ്ങിയത്, മൈലേജ് തുടങ്ങിയവ രേഖപ്പെടുത്താൻ സൂക്ഷിക്കേണ്ട രജിസ്റ്റർ ഏതാണ്? ആൻസർ, രജിസ്റ്ററിന് ലോഗ് ബുക്ക് എന്നാണ് പറയുന്നത്. ലോഗ് ബുക്ക് മറ്റ് പല സ്ഥലങ്ങളിലും പറയാറുണ്ട്, നമ്മൾ വിദ്യാഭ്യാസ ഓഫീസുകളിലൊക്കെ ലോഗ് ബുക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെയും അത് ലോഗ് ബുക്ക് എന്നാണ് പറയുന്നത്. ഇനി സർക്കാർ വാഹനങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന രജിസ്റ്റർ ആണ്, അല്ലെങ്കിൽ ലോഗ് ബുക്ക് എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ആൻസർ തിരിച്ചുള്ള ചോദ്യമാണ്. ഗവൺമെന്റ് വെഹിക്കിൾസിന്റെ ഡീറ്റെയിൽസ് രേഖപ്പെടുത്താനാണ്. ഇനി അടുത്ത ചോദ്യം, സർക്കാർ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളും റിപ്പയർ ചാർജുകളും രേഖപ്പെടുത്തേണ്ടത് ആ ഫോം ഏത് ഫോമാണ്? സർക്കാർ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളും റിപ്പയർ ചാർജുകളും രേഖപ്പെടുത്തേണ്ടത് ഏത് ഫോമിലാണ്? ആ ഫോം 48C ആണ്. അടുത്ത ചോദ്യം, ഒരു ഉദ്യോഗസ്ഥന്റെ ഉപയോഗത്തിനായിട്ട് സർക്കാർ മോട്ടോർ കാർ നൽകുമ്പോൾ സർക്കാർ അതിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകുമോ എന്നാണ് ചോദ്യം. അതായത് ഒരു ഉദ്യോഗസ്ഥന്റെ ഉപയോഗത്തിനായി സർക്കാർ കാർ നൽകി, ഇപ്പൊ സർക്കാർ അതിന് ഇൻഷുറൻസ് പരിരക്ഷ നൽകുമോ എന്നാണ് ചോദ്യം. അപ്പൊ അതിന്റെ ആൻസർ, ഇറ്റ് ഈസ് ഫോർ ദ ഓഫീസർ യൂസിംഗ് ദ കാർ ടു പ്രൊട്ടക്ട് ഹിംസെൽഫ് അഗെയിൻസ്റ്റ് ദ റിസ്ക് ഇൻവോൾവ്ഡ് ബൈ ഇൻഷുറിംഗ് ഇറ്റ് അറ്റ് ഹിസ് കോസ്റ്റ്. അതായത്
കാറ് ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥൻ സ്വന്തം ചെലവിൽ ഇൻഷുറൻസ് എടുത്ത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന അപകട സാധ്യതകളിൽ നിന്ന് സ്വയം പരിരക്ഷ നേടേണ്ടതാണ്. അതായത് അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന്റെ ചെലവിൽ തന്നെ വേണമെങ്കിൽ ഇൻഷുറൻസ് എടുക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭൂമിയോ കെട്ടിടമോ കൈമാറ്റം ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം അത് എന്നാണ് ചോദ്യം. അത് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കണം, സൗജന്യമായിട്ട് ആയിരിക്കണമെന്നാണ് ആൻസർ. ഇനി റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള സർക്കാർ ഭൂമി കേരള KSEBക്ക് കൈമാറുകയാണെങ്കിൽ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് കൈമാറുകയാണെങ്കിൽ എങ്ങനെ കൊടുക്കണം? ആൻസർ, ഓൺ ഫുൾ പേയ്മെന്റ് ഓഫ് ദി ലാൻഡ് വാല്യൂ ബൈ ദ KSEB. KSEB ഭൂമിയുടെ മുഴുവൻ വിലയും നൽകിക്കൊണ്ടായിരിക്കണം കൊടുക്കേണ്ടത്. ഒരു കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്കോ മറ്റോ മാറ്റുന്ന സർക്കാർ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും വില നിശ്ചയിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം. ഒരു കൊമേഴ്സ്യൽ ഡിപ്പാർട്ട്മെന്റിലേക്കോ മറ്റോ മാറ്റുന്ന സർക്കാർ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും വില നിശ്ചയിക്കുന്നത് ആരാണ്? അത് ജില്ലാ കളക്ടറാണ്, ഡിസ്ട്രിക്ട് കളക്ടറാണ് വില നിശ്ചയിക്കുന്നത്. അടുത്ത ചോദ്യം, ഇനി സർക്കാർ ഭൂമികൾ ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് കൈമാറുന്നത് സംബന്ധിച്ച ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരമില്ലാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? അതായത് സർക്കാർ ഭൂമികൾ ഒരു വകുപ്പിൽ നിന്നും മറ്റൊരു വകുപ്പിലേക്ക് കൈമാറുന്നത് സംബന്ധിച്ച ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരമില്ലാത്ത സാഹചര്യങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചത്. അതായത് ഇതിനകത്ത് തന്നിരിക്കുന്നത് കോർപ്പറേഷനുകളിലുള്ള ലാൻഡ്, ഇത് മുനിസിപ്പാലിറ്റികൾ, റിസർവ് വനങ്ങൾ എന്നിവയ്ക്കുള്ളിലുള്ളത് ഒന്നും കളക്ടർക്ക് അതിൻ്റെ അധികാരമില്ല. ഇപ്പം ഇവിടെ സാഹചര്യം ഓൾ ഓഫ് ദി അബോവ് ആൻസർ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഉത്തരങ്ങൾ കോർപ്പറേഷനുകളിൽ, മുനിസിപ്പാലിറ്റികൾ, റിസർവ് വനങ്ങൾ ഇവിടെയുള്ളതൊന്നും നമ്മൾ അതിൻ്റെ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ ജില്ലാ കളക്ടർമാർക്ക് അധികാരം ഇല്ല. അടുത്ത ചോദ്യം, ഒരു വകുപ്പിൻ്റെ വാണിജ്യപരമായ സംരംഭത്തിന്റെ അക്കൗണ്ടുകളെ എന്താണ് വിളിക്കുന്നത്? കൊമേഴ്സ്യൽ സംരംഭമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വകുപ്പിന്റെ കൊമേഴ്സ്യൽ സംരംഭത്തിന്റെ അക്കൗണ്ടുകൾ എന്ന് കേട്ടാൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. എന്താ എൻ്റെ ആൻസർ? പ്രൊഫോമ അക്കൗണ്ട്സ് ആണ്. അടുത്ത ചോദ്യം, ഏതു തരം സർക്കാർ സംരംഭങ്ങളിലാണ് പ്രൊഫോമ അക്കൗണ്ട്സ് സൂക്ഷിക്കുന്നത്? കൊമേഴ്സ്യൽ സംരംഭങ്ങളിലാണ് ശരിക്കും ഈ പ്രൊഫോമ അക്കൗണ്ട് സൂക്ഷിക്കുന്നത്. അപ്പൊ പ്രൊഫോമ അക്കൗണ്ടിനെ പറ്റി തിരിച്ചും മറിച്ചും 2 ചോദ്യങ്ങൾ വന്നു. അടുത്ത ചോദ്യം, ട്രഷറി സേവിങ്സ് ബാങ്കിന്റെ സെക്രട്ടറി ആരാണ്? ട്രഷറി സേവിങ്സ് ബാങ്ക് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ ട്രഷറി സേവിങ്സ് ബാങ്കിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് ഉത്തരം ഡയറക്ടർ ഓഫ് ട്രഷറീസ് ആണ്. ഡയറക്ടർ ഓഫ് ട്രഷറീസ്. അടുത്ത ചോദ്യം, ട്രഷറി സേവിങ്സ് ബാങ്ക് പദ്ധതി സ്ഥാപിക്കുന്നതിലൂടെ ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ്? അതായത് TSB സ്ഥാപിക്കുന്നതിലൂടെ ഗവൺമെന്റ് എന്താണ് ലക്ഷ്യമിടുന്നത്? ഉത്തരം, അത് സമ്പാദ്യം നിക്ഷേപിക്കാൻ വേണ്ടിയിട്ടും മിതവ്യയം പ്രോത്സാഹിപ്പിക്കാൻ, മിതവ്യയം എന്ന് പറഞ്ഞാൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ, കുറഞ്ഞ ചെലവ് ചെയ്ത് ജീവിക്കാൻ പ്രോത്സാഹിപ്പിക്കാൻ, അതാണ് അതിൻ്റെ ഒരു ഗവൺമെന്റിന്റെ സേവിങ്സ് ബാങ്ക് പദ്ധതി തുടങ്ങുന്നതിലൂടെ ഗവൺമെന്റിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ചാരിറ്റബിൾ എൻഡോവ്മെന്റുകളുടെ ട്രഷറർ ആരാണ്? സംസ്ഥാനത്തെ ചാരിറ്റബിൾ എൻഡോവ്മെന്റുകളുടെ ട്രഷറർ എന്ന് പറയുന്നത് ഡയറക്ടർ ഓഫ് ലോക്കൽ ഫണ്ട് ഓഡിറ്റർ. ഇപ്പൊ ഡയറക്ടർ ഓഫ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആണ് സംസ്ഥാനത്തെ
ചാരിറ്റബിൾ എൻഡോമെന്റുകളുടെ ട്രഷറർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഗസറ്റഡ് ഓഫീസർമാർക്ക് അവധി അനുവദിക്കുമ്പോൾ ഏത് വിഭാഗം ഓഫീസർമാരുടെ കാര്യത്തിലാണ് ഗസറ്റിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കേണ്ടത്? അത് കോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിലെന്താന്ന് വെച്ചാൽ ഏത് തരം ഓഫീസറാണ് ഗസറ്റഡ് ഓഫീസർമാർ? എല്ലാ ഗസറ്റഡ് ഓഫീസർമാർക്കും എന്തു വേണ്ട, അവധി അനുവദിക്കുമ്പോൾ അത് ഗസറ്റിൽ വിജ്ഞാപനം ആവശ്യമില്ല. എന്നാൽ ചില വിഭാഗങ്ങൾക്ക് അത് വേണമെന്നാണ് പറഞ്ഞത്. അത് ഏത് വിഭാഗം ഗസറ്റഡ് ഓഫീസർമാർക്കാണ്? അത് നിയമപരമായ ചുമതലകളുള്ള ഓഫീസർമാരാണ്. അതായത് ഓഫീസേഴ്സ് ഹാവിങ് സ്റ്റാറ്റ്യൂട്ടറി ഫങ്ഷൻസ്. നിയമപരമായ ചുമതലകളുള്ള ഗസറ്റഡ് ഓഫീസർമാർക്ക് ലീവ് അനുവദിക്കുമ്പോൾ, അവധി അനുവദിക്കുമ്പോൾ ഗസറ്റിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കണം. അടുത്ത ചോദ്യം, ഗസറ്റഡ് ഓഫീസർമാരുടെ അവധി അക്കൗണ്ടിന്റെ സ്വീകാര്യത സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? അത് ഓതറൈസ് ചെയ്യുന്നത് ആരാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ അവിടെ ഓതറൈസ് ആണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ അഡ്മിസിബിലിറ്റി സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് അക്കൗണ്ടന്റ് ജനറലാണ്. ഗസറ്റഡ് ഓഫീസർമാരുടെ അവധി ലീവ് അക്കൗണ്ടിന്റെ സ്വീകാര്യത, അഡ്മിസിബിലിറ്റി സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? അക്കൗണ്ടന്റ് ജനറലാണ്. അടുത്ത ചോദ്യം, സർക്കാർ വാങ്ങിയ കെട്ടിടങ്ങളുടെ ആധാരങ്ങൾ, സ്ഥിരമായ എൻഡോമെന്റുകൾക്കായി വ്യക്തികൾ തയ്യാറാക്കിയ ബോണ്ടുകൾ തുടങ്ങിയ വിലപിടിപ്പുള്ള രേഖകളുടെ കാര്യത്തിൽ നിശ്ചിത ചട്ടപ്രകാരമുള്ള കസ്റ്റോഡിയൻ ആരാണ്? ഏതിൻ്റെയൊക്കെയാണ്? സർക്കാർ വാങ്ങിയ കെട്ടിടങ്ങളുടെ ആധാരം, ഡീഡ്, പിന്നെ വ്യക്തികൾ തയ്യാറാക്കിയ എൻഡോമെന്റിന് വേണ്ടിയിട്ട് ചില വ്യക്തികൾ കൊടുക്കും, അപ്പോൾ അതിൻ്റെ ബോണ്ടുകൾ തുടങ്ങിയ വിലപിടിപ്പുള്ള, സ്ഥിരമായ എൻഡോമെന്റ് ആണ് ഞാൻ പറഞ്ഞത്, തുടങ്ങിയ വിലപിടിപ്പുള്ള രേഖകളുടെ കാര്യത്തിൽ അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? അത് ചീഫ് സെക്രട്ടറിയാണ്. ചീഫ് സെക്രട്ടറി ടു ഗവൺമെന്റ് ആണ്. അടുത്ത ചോദ്യം, വിലപിടിപ്പുള്ള രേഖകളുടെ രജിസ്റ്റർ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം? അതായത് വിലപിടിപ്പുള്ള രജിസ്റ്റർ ഓഫ് വാല്യുബിൾസ്, വിലപിടിപ്പുള്ള രേഖകളുടെ രജിസ്റ്റർ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥർ എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം? അതായത് എല്ലാം ഉണ്ട്, ഇതിൽ ആൻസർ എല്ലാമാണ്. അതുകൊണ്ട് രജിസ്റ്റർ നിശ്ചിത ഫോമിലാണോ? രേഖപ്പെടുത്തിയവ കൃത്യവും കറണ്ടായിട്ട് പ്രസക്തവുമാണോ? സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ? ഇത്രയും പരിശോധിക്കണം, ഇത്രയും ഉറപ്പുവരുത്തണം. അപ്പോൾ വിലപിടിപ്പുള്ള രേഖകളുടെ രജിസ്റ്റർ പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എല്ലാ കാര്യങ്ങളും നിശ്ചിത ഫോമിലാണോ രേഖപ്പെടുത്തിയത്? ഇനി രേഖപ്പെടുത്തിയവയാണെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൃത്യവും അതായത് സാഹചര്യത്തിന് അനുകൂലമായതുമാണോ? മൂന്നാമത്തത്, സുരക്ഷിതമായി സൂക്ഷിക്കാനുള്ള ചട്ടങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഇത് പരിശോധിപ്പിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി കേരള ഫിനാൻഷ്യൽ കോഡിലെ ഏത് ആർട്ടിക്കിളിലാണ് വിലപിടിപ്പുള്ള രേഖകളുടെ രജിസ്റ്റർ സൂക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്? ഏത് ആർട്ടിക്കിളിലാണ്? KFC ആർട്ടിക്കിള് 333 അത് വിലപിടിപ്പുള്ള രജിസ്റ്റർ ഓഫ് വാല്യുബിൾസിനെ പറ്റി പറയുന്നത്. അടുത്ത ചോദ്യം, സർക്കാർ ഓഫീസുകളിലെ ആധാരങ്ങൾ, കരാറുകൾ തുടങ്ങിയ രേഖകളുടെ വിവരങ്ങൾ ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത്? സർക്കാർ ഓഫീസുകളിലെ ആധാരങ്ങൾ, കരാറുകൾ തുടങ്ങിയ രേഖകളുടെ വിവരങ്ങൾ ഏത് രജിസ്റ്ററിലാണ് രേഖപ്പെടുത്തേണ്ടത്? ആൻസർ രജിസ്റ്റർ ഓഫ് വാല്യുബിൾസ് എന്ന രജിസ്റ്ററിലാണ്. ഇനി അടുത്ത ചോദ്യം, നോൺ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ ഗസറ്റഡ് തസ്തികളിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ സർവീസ് ബുക്ക് ആരാണ് സൂക്ഷിക്കേണ്ടത്? നോൺ ഗസറ്റഡ് ആണ് ഉദ്യോഗസ്ഥൻ, അത് ഗസറ്റഡ് തസ്തികളിൽ ജോലി ചെയ്യുമ്പോൾ അവരുടെ സർവീസ് ബുക്ക് ആരാണ് സൂക്ഷിക്കേണ്ടത്? അത് ഹെഡ് ഓഫ് ഓഫീസാണ്. ആ ഓഫീസിന്റെ ഹെഡ് തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. അടുത്ത ചോദ്യം, ഒരു ഗസറ്റഡ് ഓഫീസറുടെ സേവന വിവരങ്ങൾ
അക്കൗണ്ടന്റ് ജനറൽ ഏത് രൂപത്തിലാണ് സൂക്ഷിക്കുന്നത്? അത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഗസറ്റഡ് ഓഫീസറുടെ സേവന വിവരങ്ങളൊക്കെ അക്കൗണ്ടന്റ് ജനറൽ സാധാരണ ഗസറ്റൽ എൻടൈറ്റിൽമെന്റ് രജിസ്റ്ററിലാണ് സൂക്ഷിക്കുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഇവിടുത്തെ ഉത്തരം കറക്റ്റ് എന്താന്ന് വെച്ചാൽ, അതിന് നമ്മൾ രൂപത്തിൽ സൂക്ഷിക്കുന്നതിന് ഹിസ്റ്ററി ഓഫ് സർവീസ് എന്നാണ് അതിന് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് സർവീസ് എന്ന രൂപത്തിലാണ് അവിടെ ഗസറ്റഡ് ഓഫീസറുടെ സേവന വിവരങ്ങൾ അക്കൗണ്ടന്റ് ജനറൽ സൂക്ഷിക്കുന്നത്. അതായത് ഹിസ്റ്ററി ഓഫ് സർവീസ്. ഇനി ഒരു നോൺ ഗസറ്റഡ് ജീവനക്കാരൻ ഗസറ്റഡ് ഓഫീസറായി പ്രൊമോഷൻ ലഭിച്ച് മറ്റൊരു ഓഫീസിലേക്ക് മാറുമ്പോൾ അദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് ആരാണ് സൂക്ഷിക്കേണ്ടത്? ഇപ്പൊ സാധാരണഗതിയിൽ ഇതിന് നമ്മൾ പറയുന്ന ഒരു ആൻസർ, ഒരു ഗസറ്റഡ് ഓഫീസർ ആയി കഴിഞ്ഞാൽ അയാളുടെ സർവീസ് ബുക്ക് സൂക്ഷിക്കുന്നത് അയാളുടെ ഇമ്മീഡിയറ്റ് ഹയർ ഓഫീസറാണ് ശരിക്കും. അപ്പൊ ചില സാഹചര്യങ്ങളിൽ അവിടുത്തെ ഇവിടുത്തെ ആൻസർ അദ്ദേഹം നിലവിൽ ജോലി ചെയ്യുന്ന ഓഫീസിലെ ഹെഡ് ഓഫ് ഓഫീസാണ്. അപ്പൊ അതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഗസറ്റഡ് ആയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഗസറ്റഡ് ആയി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം സൂക്ഷിക്കുന്നതൊക്കെ നമ്മുടെ അക്കൗണ്ടന്റ് ജനറൽ ആണ്, എ ജി ആണെന്നാണ്. അല്ല, എ ജി സർവീസ് ബുക്ക് ആരുടെയും സൂക്ഷിക്കുന്നില്ല. അവിടെ ഗസറ്റഡ് എൻടൈറ്റിൽമെന്റ് രജിസ്റ്റർ അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് സർവീസ് ഉണ്ട്. എന്നതിന് ശേഷം അതെല്ലാം ചെക്ക് ചെയ്ത് പേ സ്ലിപ്പ് വരുമ്പോഴത്തേക്ക് ഈ സർവീസ് ബുക്ക് നമ്മൾ തിരിച്ചിങ്ങോട്ട് തരും. അപ്പോൾ സർവീസ് ബുക്കിന് ഒരു കസ്റ്റോഡിയൻ വേറെയാണ്. അതിപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഹയർ സെക്കൻഡറി ടീച്ചർ, ഒരു സീനിയർ ടീച്ചറിന്റെ, ഇപ്പോൾ ഹയർ സെക്കൻഡറി സീനിയർ അധ്യാപകന്റെ ഗസറ്റഡ് ഓഫീസറാണ്. അയാളുടെ സർവീസ് ബുക്ക് സൂക്ഷിക്കുന്ന ഏതാ? ആ സ്കൂളിലെ പ്രിൻസിപ്പൾ തന്നെയാണ്. എന്നാൽ ഒരു ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സർവീസ് ബുക്ക് അയാളുടെ മേലെ അവിടെ ഹെഡില്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ഡി ഡി ആണ് സർവീസ് ബുക്കിന്റെ കസ്റ്റോഡിയൻ. ഇപ്പം ഇങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ അത് പറയുമ്പോൾ എന്താ പറയുന്നത്, സർവീസ് ബുക്കിന്റെ സൂക്ഷിപ്പുകാരൻ എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ഓഫീസ് എന്ന് തന്നെയാണ് നമ്മൾ പറയേണ്ടത്. ഇനി അടുത്ത ചോദ്യം, ഗസറ്റഡ് ഓഫീസർമാരുടെ ഹിസ്റ്ററി ഓഫ് സർവീസ് ആരാണ് പരിപാലിക്കുന്നത്? ഹിസ്റ്ററി ഓഫ് സർവീസ് പരിപാലിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞു, അത് അക്കൗണ്ടന്റ് ജനറൽ ആണ്. ഇനി KFC, കേരള ഫിനാൻഷ്യൽ കോഡ് ഫോം 19 എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? KFC ഫോം 19 അത് ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസിന് വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ബുക്സ് ആൻഡ് പീരിയോഡിക്കൽസിന്റെ എൻട്രി ആണ് അവിടെ. അതായത് പുസ്തകങ്ങളും ആനുകാലികങ്ങളും രേഖപ്പെടുത്തുന്ന ഫോമാണ് ഫോം KFC 19. ഇനി ഒരു ഓഫീസിൽ ലഭിക്കുന്ന പുസ്തകങ്ങളും പീരിയോഡിക്കൽസും KFC രജിസ്റ്ററിലെ ഏത് ഫോമിലാണ് രേഖപ്പെടുത്തേണ്ടത്? അപ്പൊ ചോദിച്ചത് അത് തന്നെ, ഫോം 19 രേഖപ്പെടുത്തേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ക്യാഷ് ബുക്കിൽ എങ്ങനെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത്? വളരെ പ്രധാനപ്പെട്ട, നമുക്കെല്ലാം അറിയുന്നതുമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ക്യാഷ് ബുക്കിൽ എങ്ങനെയാണ് തിരുത്തലുകൾ വരുത്തേണ്ടത്? അതിനാദ്യം എന്താ ചെയ്യേണ്ടത്? തെറ്റായ എൻട്രി ചുവന്ന മഷി ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്യാം. തെറ്റായ എൻട്രി ചുവന്ന മഷി ഉപയോഗിച്ച് ക്യാൻസൽ ചെയ്യുക. അതിനുശേഷം ശരിയായ എൻട്രി അവിടെ ചേർത്ത് ഹെഡ് ഓഫ് ഓഫീസിന്റെ ഇനീഷ്യൽ വാങ്ങാം, ഡേറ്റഡ് ഇനീഷ്യൽ ഇടും ഹെഡ് ഓഫ് ഓഫീസ്. ഇത്രയുമാണ് ഒരു ക്യാഷ് ബുക്കിൽ തിരുത്തൽ വേണ്ടി വന്നാൽ ചെയ്യേണ്ടത്. ഇപ്പൊ അവിടെ മായ്ക്കലോ അത്തരത്തിലുള്ള ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മായ്ക്കലുകളെ കുറിച്ച് KFC ആർട്ടിക്കിൾ മായ്ക്കലുകളെ കുറിച്ചുള്ള, അതായത് ഇറാസസ്, KFC ആർട്ടിക്കിൾ 336 എന്തുമായി ബന്ധപ്പെട്ടതാണ്? ആർട്ടിക്കിൾ 336 ചോദ്യത്തിലൊരു അവ്യക്തതയുണ്ട്. ചോദ്യത്തിലെ അവ്യക്തത എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് ചോദ്യം. ഇതാണ് ആർട്ടിക്കിൾ KFC ആർട്ടിക്കിൾ 336, KFCയിലെ ആർട്ടിക്കിൾ 336 എന്ന് പറയുന്നത് ഇറാസേഷനെ കുറിച്ചാണ്. അത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
ചോദ്യം ഒരു ഇതില്ല. എന്തുമായി അത് KTCയിലെ ഒരു പിന്നെ റൂളുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. അത് ഉത്തരം ഇതാണ്. റൂള് 210C ഓഫ് പാർട്ട് 5 ഓഫ് KTC എന്നാണ്. ചോദ്യം ഒരിക്കൽ കൂടി ഞാൻ പറയാം, ഏതായാലും അത് നോക്കാലോ. അപ്പൊ ഈ KFC ആർട്ടിക്കിൾ 336 ശരിക്കും മായ്ക്കലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിള് ഏത് KTCയിലെ ഏത് റൂളുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദ്യം. അത് റൂള് 210C ഓഫ് പാർട്ട് 5 ഓഫ് KTCയിലെ റൂള് 210Cയുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം, ഒരു ലോക്കൽ ഫണ്ട് നിക്ഷേപത്തിന്റെ കാര്യത്തിൽ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്തായിട്ടാണ്? ലോക്കൽ ഫണ്ട് നിക്ഷേപിക്കുന്ന കാര്യത്തിൽ സർക്കാർ പ്രവർത്തിക്കുന്നത് ഡാഷ് എന്ന നിലയിലാണ്. സർക്കാർ അവിടെ ലോക്കൽ ഫണ്ട് നിക്ഷേപിക്കുന്ന കാര്യത്തിൽ ഒരു ബാങ്കറായിട്ടാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ലോക്കൽ ഫണ്ടിന്റെ കാര്യത്തിൽ സർക്കാർ ഒരു ബാങ്കറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഇവിടെ തീരാത്തതുകൊണ്ട് ഇവിടെ അവസാനിപ്പിച്ച് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലൂടെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.